ഹായ് ഗായ്സ്. കാനഡയിലേക്ക് ജോലി തേടി, അതായത് വർക്ക് പെർമിറ്റ് തേടി അലയുന്ന എല്ലാവരും ആദ്യം കാണിക്കുന്ന ഒരു മണ്ടത്തരമാണ് പറഞ്ഞാൽ. ആദ്യം പോകുന്ന സ്ഥലം കാനഡ ഗവൺമെൻറ് ജോബ് ബാങ്ക് ആയിരിക്കും. ഈ ജോബ് ബാങ്കിൽ പോയി കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. നിങ്ങൾ ആയിരക്കണക്കിന് എംപ്ലോയേഴ്സിന് വേണ്ടി ജോലിക്കും വിസ സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്താലും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. 100% ശതമാനമൊക്കെയാണ് അവരുടെ കയ്യിൽ നിന്ന് റെസ്പോൺസ് കിട്ടാനുള്ള ചാൻസ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാനഡയെ ജോബ് ബാങ്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എംപ്ലോയേഴ്സിന് LMIA, അതായത് ഇൻവിറ്റേഷൻ കൊടുക്കാനുള്ള ഒരു ഓത്തറൈസേഷൻ കാനഡ ഗവൺമെൻറ് കൊടുത്തിട്ടില്ല. അതിൽ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഈ LMIA, പോസിറ്റീവ് LMIA ഓത്തറൈസേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള എംപ്ലോയീസിനെ എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് ഇന്നത്തെ വീഡിയോ മൊത്തം കാണുക. അനാവശ്യമായ ആപ്ലിക്കേഷൻസ് ഒഴിവാക്കുക. കറക്റ്റ് ഡയറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഒരു വർക്ക് വിസ ഓത്തറൈസേഷൻ നേടാൻ ഈ വീഡിയോ സഹായിക്കും. അപ്പോൾ ഇത് നേരെ ഗൂഗിളിൽ പോയിട്ട് പോസിറ്റീവ് LMIA ലിസ്റ്റ് എംപ്ലോയേഴ്സ് എന്നോ കാനഡ പോസിറ്റീവ് എംപ്ലോയേഴ്സ് LMIA ലിസ്റ്റ് എന്നോ സെർച്ച് ചെയ്യുക. പോസിറ്റീവ് LMIA എന്ന് പറയുമ്പോൾ തന്നെ, സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് കാണാൻ പറ്റും. അപ്പം അതിൽ പോയിട്ട് എംപ്ലോയേഴ്സ് വിത്ത് പോസിറ്റീവ് LMIA എന്ന് പറഞ്ഞ ലിങ്കിലേക്ക് പോകണം. 2023 രണ്ടാമത്തെ ലിങ്കിൽ പോയാൽ മതി. ആ ലിങ്കിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാനഡിയൻ ഗവൺമെൻറ് LMIA ഓത്തറൈസേഷൻ കൊടുത്തിട്ടുള്ള എംപ്ലോയേഴ്സിൻ്റെ ഒരു ലിസ്റ്റുള്ള ഒരു ഫയൽ നിങ്ങൾക്ക് കിട്ടും. അത് മിക്കവാറും കാണുന്നത് ഏറ്റവും ബോട്ടം ആയിരിക്കും. ഏറ്റവും താഴത്ത് പോയി കഴിഞ്ഞാൽ 2023 Q3 പോസിറ്റീവ് LMIA ഉള്ള എംപ്ലോയേഴ്സിൻ്റെ ലിസ്റ്റ് അടങ്ങിയ ഒരു എക്സൽ ഫയൽ നിങ്ങൾക്ക് കിട്ടും. ആ എക്സൽ ഫയൽ കിട്ടിക്കഴിഞ്ഞാലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. എക്സൽ ഫയലിൽ എന്തൊക്കെ ഓപ്പണിംഗ് ഉണ്ട്, ഏതൊക്കെ റോൾസിനാണ് ഓപ്പണിംഗ് ഉള്ളത്, എത്ര എംപ്ലോയേഴ്സ് ഉണ്ട്, എത്ര വേക്കൻസി ഉണ്ടെന്നൊക്കെ കൃത്യമായിട്ട് കാണിക്കും. ആ എക്സൽ ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യും. സേവ് ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്കുള്ള എംപ്ലോയേഴ്സിനെ നമുക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണും. ഇതാണ് ആ വെബ്സൈറ്റ് ഏറ്റവും താഴെ ഇംഗ്ലീഷിലുള്ള ഒരു കണ്ടന്റ് ആണ്. അപ്പം ഇത് ഫയൽ നമ്മൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്കകത്തുള്ള ലിങ്ക് ഉപയോഗിച്ചിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി. ഈ എക്സൽ ഫയലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കംപ്ലീറ്റ് ഡേറ്റാബേസ് ആണ്. അതായത് പോസിറ്റീവ് LMIA ഓത്തറൈസേഷനുള്ള എംപ്ലോയേഴ്സിൻ്റെ ഡേറ്റാബേസ് ആണ്. എംപ്ലോയേഴ്സിൻ്റെ നെയിം, അഡ്രസ്സ്, അവരുടെ ഫോൺ നമ്പർ, അവരുടെ എത്ര വേക്കൻസി ഉണ്ട്, ഏതൊക്കെ അപ്പോൾ നമ്മൾ ഡോക്യുമെന്റ് എടുക്കുന്നു. അടുത്ത എംപ്ലോയർ നമ്മൾ എടുത്തിട്ട് കോപ്പി ചെയ്യുന്നു, ഗൂഗിളിൽ പോകുന്നു, നാക്കിൻ്റെ വെബ്സൈറ്റിൽ പോകുന്നു. ഏത് വെബ്സൈറ്റിൽ പോയാലും അവിടെ ഒരു കരിയർ പേജോ ജോബ് പേജോ ഉണ്ടാവും. അപ്പോൾ അത് കരിയർ പേജിലേക്ക് പോവുക. നമ്മൾ നോക്കിയ വേക്കൻസി വെൽഡർ, മെക്കാനിക് വെൽഡറിൻ്റെ ജോലിയൊക്കെ അപ്ലൈ ചെയ്യുക. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്വാളിഫിക്കേഷനും എന്ത് കാര്യങ്ങളൊക്കെ കാണും. ഇമെയിൽ അഡ്രസ്സോ അല്ലെങ്കിൽ വെബ്സൈറ്റോ കരിയർ പേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇമെയിലിൽ നമ്മളൊരു കവർ ലെറ്ററോട് കൂടി നമുക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഏത് ജോലിക്കാണോ അപേക്ഷിക്കുന്നത്, ഇപ്പം ഡയറി ഫാം വർക്കർ ആണെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു കവർ ലെറ്ററും അതിന് പറ്റുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻ തയ്യാറാക്കുക. നിങ്ങളുടെ ബയോഡേറ്റ അതിനോട് പൊരുത്തപ്പെടുന്ന രീതിയാക്കുക. മനസ്സിലാക്കുക. അപ്പം ഏത് ജോലി എന്നുള്ളതല്ല വിഷയം, നമ്മുടെ പ്രൊഫൈൽ എങ്ങനെ നമ്മൾ ആ ജോലിക്ക് മാച്ചായി സെറ്റാക്കി എടുക്കും. ഇപ്പം കൃഷിപ്പണിക്ക് പോകുന്നവന് കസ്റ്റമർ സപ്പോർട്ടിൻ്റെ എക്സ്പീരിയൻസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ ഇരിക്കും, അതാണ്. അപ്പോൾ കൃഷി വൃത്തികളിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ആ ബയോഡേറ്റയിലെ എക്സ്പീരിയൻസ് കൊടുക്കണം. കൃഷിയിൽ എന്തൊക്കെ തരം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നമ്മൾ കാണിക്കുന്നു. ഇപ്പം ഈ ഒരു ഇപ്പം അടുത്ത് നമുക്ക് നോക്കാം. വേറെ വേക്കൻസികളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വേക്കൻസി നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പം അങ്ങനെ നമുക്ക് ഒരുപാട് വേക്കൻസികൾ നമുക്കിനെ കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായി. അങ്ങനെ ഈ വേക്കൻസികളൊക്കെ നമുക്ക് ഓൺലൈനിൽ പോയിട്ട് അപ്ലൈ ചെയ്ത് നമുക്ക് സപ്പോർട്ട് ചെയ്ത് എടുക്കാവുന്ന ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് തപ്പിയെടുത്തിട്ട് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മാക്സിമം സ്പീഡായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും.